അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് പാലടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു 2 കപ്പ് പച്ചരി ഞാൻ തലേ ദിവസമേ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് ലൂസായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3/4 കപ്പോളം ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരഭാഗം തേങ്ങയുടെ പാലാണിത് എടുത്തിട്ടുള്ളത്. ഇനി അതിനുശേഷം ഒരു 1/4 കപ്പ് ചോറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെള്ള ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരി പാടില്ല, നല്ല മഷി പോലെ അരയണം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിക്കാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം കട്ടി ഇതിനുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന തേങ്ങാപ്പാൽ കുറേശ്ശെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം ഇത് ലൂസായി വരുന്നുണ്ടോ എന്ന്. ഞാനൊരു അരഭാഗത്തോളം തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതാണ് അതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ലൂസിന് തന്നെ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്തിട്ട് ചുടുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പാലട കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒരു പാൻ എടുക്കുക. അതിലോട്ട് 1 സ്പൂൺ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് മടക്കിയെടുക്കുന്നത്. നമുക്ക് തിരിച്ചിടാതെ തന്നെ മടക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പറഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് ഈ പാലട നല്ലത്. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.